ചെയ്യുന്ന ഷോപ്പൊക്കെ കാണിക്കുന്നു. അപ്പോൾ വിശാലമായ ഷോറൂം, പാർക്കിംഗ്, ഇതൊക്കെയാണ് അന്ന് നമുക്ക് എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ഇത് ഒരു 5-6 മാസത്തിനകത്ത് നല്ല കസ്റ്റമർ ഫ്ലോ ആയി തുടങ്ങി. ഭയങ്കര ഡിഫറൻസ്, ഇമ്പാക്ട് ചെയ്തു ശരിക്കും, ഭയങ്കര ഇമ്പാക്റ്റ്. കാർത്തിക്, യു വോണ്ട് ബിലീവ്. എന്താ വെച്ചാൽ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഒരു ദിവസം സ്റ്റോർ, അപ്പോൾ ഞാൻ എപ്പോഴും ഷോപ്പിലുണ്ടാവും. ഇന്നൊരു സ്റ്റോപ്പല്ലേ ഉള്ളൂ. ഷോപ്പിൽ ഇരിക്കുമ്പോൾ ഒരു ഫാമിലി ഒരു കുട്ടീനെ കൊണ്ട് വന്നിട്ട് അപ്പോൾ എന്നെ ഒന്ന് പരിചയപ്പെട്ടത് മോൾ, അപ്പോൾ ചെറിയ കുട്ടി, എൻ്റെ മോളുടെയൊക്കെ എത്ര മോക്ക് ബിസ്മിയിൽ വരണമെന്ന് പറഞ്ഞ കരച്ചിലാണ്. അതെന്താ പറയുക, മോളും ഇതേപോലെ ഈ TV ഇത് കണ്ടുകൊണ്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ എപ്പോഴും പുറകെ ഈ ബിസ്മി പരസ്യം കാണുന്നതുകൊണ്ട് ബിസ്മി ഷോപ്പിൽ പോകണമെന്നും പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ചോണം, എത്രത്തോളം അത് അത്ര കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച്ഡ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു എഫക്റ്റാണത്. നമ്മൾ 1-2 പറഞ്ഞു പോകുന്ന പോലെയല്ല, നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ പറയുമ്പോൾ അത് ശരിക്കും ബ്രെയിനിലോട്ട് രജിസ്റ്റേർഡ് ആവും. ആൾക്കാർ ഒന്ന് പിന്നെ അന്നൊന്നും ഒരു ഷോപ്പിംഗ് മാൾ സംസ്കാരം തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആൾക്കാർക്ക് ഹാങ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തു പോയാൽ കയറാവുന്ന അന്നത്തെ സ്റ്റോറുകൾ, വലിയ സ്റ്റോറുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നശീമാട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണല്ലോ ഒരു 2013 അതിൻ്റെ അടുത്താണ്ടാണെന്ന് ഷോപ്പിംഗ് മാളൊക്കെ വന്നു തുടങ്ങിയത്. ലുലു മാളല്ലോ, ബ്രൗൺ മാളൊക്കെ വന്നു തുടങ്ങി. ഇതെല്ലാം 2003-ലാണ്. അതെ, 2011-ലാണ് 11-10 ആണ് തിരുവനന്തപുരത്ത് ആദ്യത്തെ ബിഗ് ബസാർ വരുന്നത്. അന്നത്തെ ഒന്ന് ആലോചിച്ച് നോക്കാം, അന്നത്തേക്ക് തിരക്ക്. ഇത് നമ്മളങ്ങോട്ട് കയറി ശരിക്കും അങ്ങോട്ട് കണക്ട് ചെയ്ത്, പിന്നെ ഒരു സ്കെയിലപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയില്ല, ഭയങ്കര ഹ്യൂജ് നല്ല ടേൺ ഓവർ, പെട്ടെന്ന്